നിശബ്ദതയുടെ പുതപ്പിനുള്ളിൽ നിന്നും ഭൂമി പതുക്കെ ഉണരുകയാണ്. കിഴക്കൻ ചക്രവാളത്തിൽ കുങ്കുമം വാരി വിതറിക്കൊണ്ട് ആ സൂര്യൻ വീണ്ടും വന്നിരിക്കുന്നു ഒരു പുതിയ തുടക്കത്തിനായി. രേഷ്മിയാണ് കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിശേഷത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലേക്ക് കടക്കാം. എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. കുട്ടനാട് മേഖലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങ ആനക്യാമ്പിലേക്ക് മാറ്റിയ മുട്ടിക്കൊമ്പനെ. അടുക്കളയിലെ റേഡിയോ ശബ്ദിച്ചു തുടങ്ങുമ്പോഴാണ് വീടിന് ജീവൻ വെക്കുന്നത് തന്നെ. വാർത്തകളും പാട്ടുകളും ഇടകലർന്ന ശബ്ദം. ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എന്നെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ തോന്നുന്നു. തണുത്ത വെള്ളത്തിൻ്റെ തലോടൽ ഉറക്കത്തിൻ്റെ ബാക്കി പത്രങ്ങളെ കഴുകിക്കളയുകയാണ് നമ്മുടെ മനസ്സിന് പുത്തൻ ഉണർവ് നൽകാനായിട്ട്. പ്രഭാത ഭക്ഷണത്തിൻ്റെ ഈ ലാളിത്യമാണ് മനസ്സിന് ഏറ്റവും സംതൃപ്തി നൽകുന്നത്. അപ്പോൾ നമുക്കിന്ന് രാവിലെ കഴിക്കാൻ ഇഡലിയും ചമ്മന്തിക്കറിയാണ് കേട്ടോ. ചെറിയ ചെറിയ ജോലികളിൽ കണ്ടെത്തുന്ന സന്തോഷങ്ങളുണ്ടല്ലോ, അത് വലുതാണ്. അലങ്കാരങ്ങളില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ മനോഹരമായ മറ്റൊരു ദിവസം ഇങ്ങനെ തുടങ്ങുന്നു. നിങ്ങളാ കേട്ട ശബ്ദം ക്ലോക്കിൻ്റെയാണ് കേട്ടോ. 7 മണിയായി എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട് ക്ലോക്ക് ശബ്ദിച്ചതാണ് ആ ഒരു സൗണ്ട്. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോഴും എനിക്കുണ്ടല്ലോ നൊസ്റ്റാൾജിക് ഫീലാണ് വരുന്നത്. എൻ്റെ പണ്ടത്തെ ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. ഈ പണ്ടത്തെ പോലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. റേഡിയോ, ഇതേപോലെ സൗണ്ട് ഉണ്ടാക്കുന്ന ക്ലോക്ക്, അതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ എൻ്റെ പഴയ കാലങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ കുട്ടിക്കാലങ്ങൾ. അലങ്കാരങ്ങളില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ മനോഹരമായ മറ്റൊരു ദിവസം ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനോ അവരുടെ ഭംഗി ആസ്വദിക്കാനോ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ലവ് യുവർ സെൽഫ്. നമ്മുടെ ഇഡലി അവസാനത്തെ ഇഡലിയാണ് കേട്ടോ. ഇതിൻ്റെ തണുപ്പ് മാറിയപ്പോൾ ഞാനതിങ്ങനെ ഇളക്കി ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടാമെന്ന് കരുതി. അതിനുശേഷം പിന്നെ ബാക്കി അടുക്കള ജോലികളൊക്കെ ചെയ്യാമെന്ന് കരുതി. അതാണ്ട് ഒരാൾ വലിഞ്ഞു പിടിച്ച് കീറുന്നുണ്ടോ, അവൾ ഞാൻ എന്തെടുക്കുകയാണെന്ന് നോക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ കാണും. ഇനി നമുക്ക് അടുപ്പ് ചാരമൊക്കെ നീക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ജോലികൾ, നമ്മൾ ഇവിടെ ആണെങ്കിലും പാവുമ്പേലാണെങ്കിലും, പാവുമ്പേ നമുക്ക് ഫുൾ ജോലിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഉണ്ട് കേട്ടോ. സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമുക്കിപ്പോഴും റെസ്റ്റാണല്ലോ. പിന്നെ മത്തി കിട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ മത്തി കറിയും വെച്ചു. ഇങ്ങനത്തെ വറക്കാനും വെക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് വേണം ഉച്ചയൂണും കാര്യങ്ങളും ഒക്കെ കഴിക്കാൻ. നമുക്കതാ വീട്ടിലെ മുളകുണ്ട്, നീല മുളക് കണ്ടോ, ഉണ്ടമുളക്. ഞാൻ നിങ്ങളെ പണ്ട് എൻ്റെ പഴയ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൃഷി, അതിനകത്തുള്ള മുളകാണ് കേട്ടോ. അത് വീണ്ടും ഇവിടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞു. മീൻ കറി, മീൻ വറുത്തത്, ചോറ്, അധികം കറികളൊന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ പ്രഭാതത്തിൻ്റെ തിളക്കവും പകലിൻ്റെ വെയിലും പതുക്കെ മായുകയാണ്. ഈ സൂര്യൻ ഉദിച്ചുയർന്നത് കണ്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. ഇപ്പോൾ കടമകളെല്ലാം തീർത്ത് ശാന്തമായി അവൻ പടിഞ്ഞാറ് അസ്തമിക്കാനൊരുങ്ങുന്നു. ഒരു ഡയറിയിലെ താളുകൾ പോലെയാണ് ഓരോ ദിവസവും. പുതിയ അനുഭവങ്ങളാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിശേഷങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത അധ്യായമായി പുതിയൊരു കാഴ്ചപ്പാടുമായി വീണ്ടും കാണാം. അതുവരേക്കും സ്നേഹത്തോടെ സ്വന്തം രേഷ്മ ഫ്രം രേഷ്മാസ് ഡയറി.